അകത്തിരുന്ന് ഇറങ്ങിപ്പോയ ഹല്ലല റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക ചരിത്രത്തില് യുദ്ധത്തിന് വേണ്ടി കാഹളം മുടങ്ങിയപ്പോ സുന്ദരിയായ തരുണീമണികളെ അരികത്തിരുന്ന് ഓടിപ്പിടിച്ച വാളുമായി പുറത്തേക്ക് ഇറങ്ങി ഓടിയ ഹല്ലല റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നില്ല. പ്രിയപ്പെട്ടവൾ ചോദിച്ചു, എപ്പോഴാണ് മടങ്ങി വരിക? വിവാഹത്തിന്റെ പ്രഥമ രാത്രിയാണ്. ഇന്നലെ ആലുവയിൽ നിക്കാഹ് കഴിഞ്ഞ സരസിലിരുന്ന സഹോദരൻ 11:30 മണിയായപ്പോൾ എന്നോട് ചോദിക്കാണ്, ഞാൻ പോട്ടെ? ഞാൻ പറഞ്ഞു, ഇതുവരെ പോയില്ലേ? വിവാഹത്തിന്റെ പ്രഥമ രാത്രിയാണ്, ഇതുവരെ പോയില്ല. അവൻ പറയാണ്, പോവാൻ തോന്നണില്ല. അല്ലാഹുവേ! അവിടെ വന്ന് ഇത്രയും പ്രസംഗം കേട്ട് ആ സരസിൽ വെച്ച് നിക്കാഹ് നടന്നു. ഒരു സാധുവായ പെൺകുട്ടിയെ 11:30 ആയപ്പോ പറഞ്ഞു, ഞാൻ പോട്ടെ ഉസ്താദ്, ദുആരക്ക്. ഞാൻ പറഞ്ഞു, നീ ഇതുവരെ പോയില്ലടാ, നേരം വെളുക്കാറായി. അവൻ പറയാ, എനിക്ക് പോവാൻ തോന്നുന്നില്ല ഉസ്താദ്, ഈ ജനങ്ങളെയും ഈ ഒരു ഹരവും ഈ ഒരു സുഖവും കണ്ടപ്പോൾ പോവാൻ തോന്നുന്നില്ല. അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. എത്ര ചെറുപ്പക്കാരാന്നറിയോ, എത്ര സഹോദരങ്ങളാണെന്നറിയോ അങ്ങനെ മനസ്സുള്ളവർ. മണവറയിൽ ഇറങ്ങി പോവാണ്. ആരാ? ഹല്ലല റളിയല്ലാഹു തആല. എന്തിനാ പോവാ? പ്രസംഗം കേൾക്കാനല്ല, 12 മണിക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടല്ല. എന്തിനാണ് പോവാ? യുദ്ധം ചെയ്യാനാണ്. തിരിച്ചു വരുമെന്നൊന്നും ഉറപ്പില്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മു ജമീലത്തെന്ന് പറയുന്ന ഭാര്യയോട് സംസാരിച്ചു കൊതി തീരാത്ത ഹല്ലല റളിയല്ലാഹു തആല അൻഹയോട് ആ പ്രിയപ്പെട്ടവൾ ചോദിക്കുന്നു, മാരനേ, എപ്പോഴാ മടങ്ങി വരിക? ഹല്ലല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പെണ്ണേ, ഉറപ്പ് പറയാൻ കഴിയില്ല. എന്റെ ചങ്കില് ജീവനുണ്ടെങ്കിൽ, എന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയാലും പെണ്ണേ, ആദ്യമായിട്ട് ഞാൻ വരുന്നത് മണവറയില. അതുകൊണ്ട് മണവറ അടയ്ക്കേണ്ട പെണ്ണേ. പെണ്ണ് പറയുകയാണ്, ഇന്ന് പോകണമെന്നുണ്ടോ? നിബിതങ്ങളോട് പറഞ്ഞാ പോരെ, നിക്കാഹ് കഴിഞ്ഞതല്ലേ. ഹല്ലല റളിയല്ലാഹു എന്ന് പറയുന്നു, പെണ്ണേ, എനിക്ക് നീയല്ല വലുത്, എനിക്കെന്റെ ജീവിതമല്ല വലുത്, എനിക്കെന്റെ മാണിക്യമുത്തായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ. എത്ര എഴുന്നള്ളത്ത് നടന്നാലും ചാവക്കാടിന് ആകെയുള്ള ഒരു സ്വത്തെന്ന് പറയുന്നത് സ്വലാത്താണ്. അത് മറക്കല്ല മോനെ, മറക്കല്ല മോനെ. മക്കയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ. എത്ര കോമാളിത്തരം നടന്നാൽ ചാവക്കാടിന്റെ മുഖമുദ്രേ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലോകത്തെന്തൊക്കെ നടന്നാൽ ചാവക്കാടുള്ള ചെറുപ്പക്കാരോ ബാദരി ഉസ്താദിന്റെ പിന്നിൽ കൂടിയിട്ട് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലിയ ചെറുപ്പക്കാരാ, ആ മുഖമുദ്ര മാത്രം നീ പാഴാക്കി കളയല്ല മോരെ. എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ ആ വീര്യം നിങ്ങൾ കളയൂല ഉസ്താദ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, എത്ര ആന ചാടിയാല്, എത്ര കുതിര ചാടിയാലോ, എത്ര പെണ്ണുങ്ങളെ കള്ളു കുടിച്ചിട്ട് പാട്ട് കേട്ട് ഡാൻസ് കളിച്ചാൽ സ്വലാത്തിന്റെ വീര് ചാവക്കാടുള്ള ഞങ്ങൾ കളയൂല ഉസ്താദ് എന്ന് മനസ്സുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ചൊല്ലുക എന്റെ സഹോദര. മദീനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, മനസ്സിന്റെ സത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയെ നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ വെട്ടിയിട്ടാൽ നഷ്ടപ്പെട്ടു പോകാത്ത പ്രേമഭാചനമേ മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മുറ്റത്ത് വന്ന് മരിച്ചു വീടോ കൊതിച്ചു പോകുന്ന നബിയെ മുഹമ്മദ് മുസ്തഫ. ആ മുത്തായ തങ്ങളാണ് എനിക്ക് വലുതെന്ന് ഹല്ലല റളിയല്ലാഹു അൻഹു പറയാൻ. ഞാൻ ഇറങ്ങുകയാ. റൂഹുണ്ടെങ്കിൽ മടങ്ങി വരുന്നത് ആദ്യം ഇവിടെയാണ്. ഇറങ്ങി എന്നിട്ടോ തിരിച്ചു വന്നോ കാത്തിരുന്ന മണിയറയുടെ മുന്നിൽ. മണിയേറ വാതിൽ കണ്ണും കോരി ഇരുന്നല്ലോ, മണിമെത്ത പുള്ളിയ മാരനോർത്ത് കഴിഞ്ഞല്ലോ, മനസ്സിന്റെ മുല്ലയിൽ മുത്തുവാരി എറിഞ്ഞോരേ, മാംഗല്യ വല്ലി തേന്നുകർന്ന് പറന്നോരേ.
മടങ്ങി വന്നില്ല ചെറുപ്പക്കാരാ. കഷണം കഷണമായി യുദ്ധത്തിന്റെ രണാകണത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ശരീരം വലിച്ചെറിഞ്ഞപ്പോ അതെന്തിനാണ് സ്വർഗത്തിന് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. തലവേദന വരുമ്പോ നിസ്കാരം മറക്കുന്ന, കാലുവേദന വരുമ്പോ നിസ്കാരം മറക്കുന്ന, ക്ഷീണം വരുമ്പോ നിസ്കാരം മറക്കുന്ന നമുക്കെന്ത് സ്വർഗമാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ.